നമസ്കാരം. ബിഗ് ബോസിന് എന്താ റിവ്യൂ? ഇന്നലത്തെ വീഡിയോ ഒക്കെ ലൈവ് കണ്ടു ഫുൾ. ഇന്ന് ലൈവ് കണ്ടില്ല, ബോറിംഗ് ആയിട്ട് തോന്നി. അതായത് ഇന്നലത്തെ ടാസ്കിലൊക്കെ ഇന്ന് ഒരു ടാസ്ക് കണ്ടു കേട്ടോ. പക്ഷേ ഇന്നലെ സായി, സിജോ, നന്ദന ഭയങ്കര ബോറിങ്. ലൈവ് കാണാനേ പറ്റുന്നില്ല, ഭയങ്കര ശോകം കേട്ടോ. ഇന്നലെ ഫുള്ള് ഞാൻ ടി വിയിലേക്ക് കണക്ട് ചെയ്ത് കണ്ടു എന്ന് പറഞ്ഞില്ലേ, ഭയങ്കര ബോറ്, സമയം പോകുന്നില്ല, അങ്ങനെ അങ്ങ് വലിച്ചു നീട്ടോ. അയ്യോ, സിജോയുടെയും സായിയുടെ നന്ദനയുടെ കാര്യം പറയാതിരിക്കും വിധം ഭയങ്കര ബോറാട്ടോ, വെരി ബോർ. ഒത്ത് കളിച്ചിട്ട് നന്ദനയ്ക്കൊരു പോയിൻ്റ് കൊടുത്തേക്കാണ്. ലാലേട്ട വരുമ്പോൾ ചോദിക്കുമായിരിക്കും, കാരണം ഭയങ്കര മോശമായിപ്പോയി. നമ്മുടെ വിഷു കൈനീട്ടത്തിന് കൈനീട്ടം കൊടുത്ത് ഗോൾഡ് കോയിൻസായി, അതിനൊരു വാല്യൂവും കൽപ്പിക്കാതെ അത് നമ്മുടെ നന്ദനയ്ക്ക് കൊടുത്തു. നന്ദനോട് തീരെ ഇഷ്ടമല്ല, എനിക്കിഷ്ടം തോന്നുന്നില്ല. നോർമലി വന്ന സമയത്ത് ഒരു കോമണറായിട്ടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര ബോറാണ്. എന്തോ ഒരു സംഭവമാണെന്ന് കൊച്ചു വിചാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ജിൻഡോയുടെ ആ ഒരു ടാസ്കിലും ചാക്കിലൊന്നിങ്ങനെ തെർമോക്കോളുണ്ട്, അതിങ്ങനെ പുറത്തേക്ക് ഇടുന്ന ടാസ്ക്കാണ്. അതായത് ജിൻഡോയെ ബാക്കി ആരെയും പുറത്താക്കാൻ അവർ ചെയ്തത്. ജിൻഡോയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് സിജോയും നന്ദനയും സായിയും കൂടെ ഒത്തുചേർന്ന് കളിച്ച് പുറത്തേക്ക്. അവസാനം ജിൻഡോയ്ക്ക് മനസ്സിലായത് എന്തായാലും പുറത്താക്കാൻ പോകുക എന്ന് പറഞ്ഞിട്ട് ജിൻഡോ നിന്ന് കൊടുക്കുക ചെയ്ത്. കാരണം ജിൻഡോ ഒന്ന് മസിൽ പിടിച്ചെങ്കിൽ മതി. പക്ഷേ ജിൻഡോയ്ക്ക് പേടിയുണ്ട്, കാരണം ഇനി നമുക്ക് ഫൈനലിലേക്ക് വരുമല്ലേ. അത് നല്ലതാണ്, വിട്ടുകൊടുത്താലും കുഴപ്പമില്ല. എന്തായാലും ഇനി പോയിന്റ് കിട്ടും. 3 പോയിന്റ് വാങ്ങിയാലും 9 പോയിൻ്റേ കിട്ടത്തുള്ളൂ. അഭിഷേക് ജയിച്ചത് കൊണ്ട് അഭിഷേകിന് തന്നെ കിട്ടും. അതുകൊണ്ട് നമ്മൾ കുറച്ച് റിസ്ക് എടുക്കാതിരിക്കുന്നത് തന്നെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ജിൻഡോയ്ക്ക് അത് മനസ്സിലായി, വിട്ടുകൊടുത്തു. പിന്നെ ടോപ്പ് 2-ൽ എനിക്ക് അഭിഷേകും ജിൻഡോയും വരണമെന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. പക്ഷേ ഇന്നലെ മുതൽ എന്തോ അഭിഷേക് നമ്മുടെ ഇഷ്ടം കുറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരു നൈറ്റ് ടോക്ക് കണ്ടായിരുന്നു ഞാൻ നന്ദനയും അഭിഷേകുമായിട്ട്. അപ്പോൾ ഒരു നൈറ്റ് ടോക്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അഭിഷേകിന് ജിൻഡോനെ ഇങ്ങനെ പുറത്താക്കണം, അതിന് അർജുനോട് പ്രോമിസ് വാങ്ങണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അത് ശരിക്കും സായിയുടെ സിജോയുടെ മാസ്റ്റർ പ്ലാനിൽ അഭിഷേക് വീണ് പോകുന്നവർക്കുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. അതുപോലെ ഇന്നലെ ടാസ്കിൽ ശരിക്കും ഫസ്റ്റ് ജിൻഡോ സീലടിക്കാൻ വരുന്നുണ്ട്, അഭിഷേക് തടയുന്നുണ്ട്. അപ്പോൾ അഭിഷേക് ഇങ്ങനെ ദൈവം ജിൻഡോ പിടിച്ച് തള്ളുന്നുണ്ട്. അപ്പോൾ തള്ളിയ പാടെ അഭിഷേക് ഓടി വന്ന് ജിൻഡോനെ കഴുത്തിന് പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഫിസിക്കൽ അസാൾട്ട് എന്ന് പറയുമ്പോൾ അതാണ്. ശരിക്കും ഒരു തള്ളുന്നത് ഒരു ഫിസിക്കൽ അസാൾട്ട് അല്ലല്ലോ. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ റസ്മിനെ പുറത്താക്കേണ്ടതായിരുന്നു, നമ്മുടെ ഇന്നലെ നന്ദനെ പുറത്താക്കേണ്ടതായിരുന്നു, ശ്രീധുവിനെ പിടിച്ച് തള്ളിയിട്ട്. സോ അതൊന്നും ഫിസിക്കലാണ്. പക്ഷേ കഴുത്ത് കുത്തിപ്പിടിച്ച് വലിച്ചുകൊണ്ട് അത് എപ്പിസോഡിൽ മുക്കിയെങ്കിലും ലൈവിൽ ഞാൻ കണ്ടായിരുന്നു കുറച്ച് 2 മിനിറ്റ്. അത് എന്നിട്ട് ഇപ്പോൾ ജിൻഡോ ക്ഷമിച്ചു വിട്ടോ, കാരണം ജിൻഡോയ്ക്ക് അറിയാം ഫിസിക്കൽ അസാൾട്ട് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ജിൻഡോയും പുറത്ത് പോകാം. കാരണം അഭിഷേകിന് പോലും കുറച്ച് പേര് സപ്പോർട്ട് ചെയ്താൽ പോലും ജിൻഡോനെ ആരും സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല. എന്തിനാലും പുറത്ത് പോകില്ല. പക്ഷേ യൂട്യൂബ്സൊക്കെ കാണിക്കുന്നുണ്ട് ജിൻഡോയുടെ ഹെൽത്ത് ഓക്കെ ആയി എന്നെ വിശ്വാസം. കാരണം ഭയങ്കര ഡള്ളായിരുന്നു ആൾ. പിന്നെ ശോകമാണ് ലൈവ്, ആരും കളിക്കുന്നില്ല, എന്തൊക്കെ കളിയാണ്, സാറ്റ് കളിക്കുകയൊക്കെ ചെയ്യാമല്ലേ, കുറച്ച് എൻ്റർടൈൻമെൻറ്റെങ്കിലും ആവും. പിന്നെ ജാസ്മിന് സുഖയിലാണ്, മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയിരിക്കുകയാണെന്നും പറയുന്ന ലൈവ് ഞാൻ കണ്ടില്ല കേട്ടോ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെയാണ് പോയിരിക്കുന്ന, ബോറിംഗ് ആണ്. എന്ത് തന്നെയായാലും ഇനി ടോപ്പ് 2-ൽ ആരാ വരേണ്ടേ? ജാസ്മിൻ വരട്ടെ അല്ലേ? ജാസ്മിൻ വരട്ടെ. ടോപ്പ് 2-ൽ ഇപ്പോഴത്തേക്കും പ്രേക്ഷകർ ഏറ്റവും കൂടുതലോട്ട് ജിൻഡോ കഴിഞ്ഞാൽ ജാസ്മിൻ തന്നെ. ടോപ്പ് 2-ൽ വരട്ടെ, എന്നിട്ട് അവിടെ ജിൻഡോ ജയിക്കട്ടെ, അതിലല്ലേ കുറച്ചുകൂടെ ഭംഗി. പിന്നെ ടോപ്പ് 2-ൽ അഭിഷേക് വരണ്ട, ഫിനാലേക്കല്ലേ കിട്ടേക്കുന്നത്. ടോപ്പ് 2-ൽ ജിൻഡോയും ജാസ്മിനും വരട്ടെ. അതിൽ ജാസ്മിൻ്റെ മുന്നിൽ വെച്ച് ജിൻഡോ വിന്നാകണം. എല്ലാ കണ്ടസ്റ്റൻസിനും മുമ്പിൽ വെച്ച് കരിഞ്ഞ മത്സ്യകന്യകനെന്നും കാക്കയെന്നും കരിഞ്ഞ കാക്കയെന്നും വിളിച്ച മനുഷ്യനെ വർണ്ണഹത്യ ചെയ്ത ആ മനുഷ്യൻ വിന്നാകട്ടെ. ജിൻഡോ എന്ന മനുഷ്യ മനസ്സുകൾ പ്രേക്ഷക ഹൃദയങ്ങളിൽ രാജാവ് തന്നെയാണ്. ഒരു സീസൺ 4-ൽ നമ്മുടെ റോബിനെ പുറത്താക്കിയെങ്കിലും റോബിൻ തന്നെയായിരുന്നു ഇന്നും. പിന്നെ റോബിൻ പുറത്തിറങ്ങിയ ശേഷം കുറച്ച് ഓവറായിട്ട് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു. അതോടെ കുറേയൊക്കെ പ്രേക്ഷകർ സപ്പോർട്ട് പോയെങ്കിലും പിന്നെ അദ്ദേഹത്തിന് പ്രേക്ഷകർ സപ്പോർട്ട് നമ്പർ 1 തന്നെയാണ്. പക്ഷേ ആ ഒരു കുറച്ച് കള്ളത്തരം കാണിച്ചതും അത് പിന്നെ പുറത്താവുകയൊക്കെ ചെയ്തു. അതാണ് ഏറ്റവും വലിയ മൈനസായി പോയത് റോബിന്. അതർവൈസ് ഗുഡാണ്, നല്ല ഗെയിമറായിട്ടായിരുന്നു. പക്ഷേ ഫിസിക്കൽ അസാൾട്ടിൽ പുറത്താക്കി. അപ്പോൾ അതുപോലെ ജിൻഡോ എന്തായാലും ആ ഒരു കരുതലുണ്ട്. ജിൻഡോ ശ്രദ്ധിക്കുന്നുണ്ട്, അങ്ങനെ അസാൾട്ടിലൊന്നും പുറത്താകാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തിനാലും ഭയങ്കര സന്തോഷം, ജിൻഡോ വിന്നായി വരണം. വന്നിട്ട് എൻ്റെ മെസ്സേജൊന്നും കാണുമെന്ന് എനിക്കറിയില്ല, ഞാനൊരു ഇൻ്റർവ്യൂ ചോദിക്കും, എന്നാൽ ഞാൻ ഇൻ്റർവ്യൂ എടുക്കും. താങ്ക് യു.